മാന്യ പ്രേക്ഷകർക്ക് വഴിത്തിരിവുകൾ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ചാ വിഷയമായിട്ടുള്ളത് ഇറാൻ ഇറാഖ് സിയോണിസ്റ്റ് സംഘർഷങ്ങൾ. നമുക്കറിയാം, ഇന്ന് ഒരു കാരണവും കൂടാതെ, പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ഇറാൻ എന്ന പരമാധികാരത്തിൻ്റെ മേലെ ഇസ്രായേൽ ആക്രമണം നടത്തി. ഈ ആക്രമണം നടത്തി ഇസ്രായേലിൻ്റെ അമിതമായ ആത്മവിശ്വാസം, അവരെ അടിച്ച് തകർക്കാൻ കഴിയും എന്നുള്ള അമിതമായ ആത്മവിശ്വാസവും അവരുടെ മുമ്പേ ഉള്ള സ്ട്രാറ്റജിക് യുദ്ധതന്ത്രമായ ആദ്യമേ അറ്റാക്ക് ചെയ്ത് അവരുടെ പ്രബലമായ യുദ്ധ കേന്ദ്രങ്ങൾ, അതായത് മിലിറ്ററി ബേസുകൾ, അതുപോലെ തന്നെ ഇറാൻ്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളെല്ലാം ആക്രമിച്ചുകൊണ്ട് അവർ അതിനെല്ലാം തടയിട്ട് ഇവർക്ക് വരുന്ന പ്രത്യാക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാ അവരുടെ യുദ്ധോപകരണങ്ങളും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. പക്ഷേ അവരുടെ ധാരണകൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാകുന്ന രീതിയിൽ അവർ അബദ്ധത്തിൽ ചെന്ന് ചാടിപ്പോയി എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത്. ആക്രമണം അവർ അതിശക്തമായിരുന്നു. തിരിച്ച് ഇറാൻ്റെ പ്രത്യാക്രമണം അതിശക്തമായിരുന്നു. അവരുടെ റോക്കറ്റുകളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അമേരിക്ക മുൻകാലങ്ങളിൽ അവർക്ക് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇത് ചെവിക്കൊള്ളാതെ അവർ ചെന്ന് അറ്റാക്ക് ചെയ്തു, അബദ്ധത്തിൽ ചാടി എന്നുള്ളതാണ് ഒരു വസ്തുത. ഇന്നിപ്പോൾ അവരുടെ അതായത് ഇസ്രായേലിൻ്റെ ആയുധങ്ങളുടെ പോരായ്മകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് റിവീൽ ചെയ്യപ്പെട്ടതാണ്. മറ്റുള്ള അയൽ രാജ്യങ്ങളുമായിട്ട് ഉള്ള അറ്റാക്കിൽ അവരുടെ യുദ്ധോപകരണങ്ങളുടെ ശക്തി, ദൗർബല്യം എല്ലാം ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ ആയുധങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ അവർ ഇതുവരെ ഒരു രാജ്യവുമായിട്ട് ആക്രമണത്തിൽ ഏർപ്പെടാത്തത് കൊണ്ട് അതിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ വെളിവായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിന് ഇത്രത്തോളം മാരക പ്രഹരശേഷി ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ഇസ്രായേലിന് ബോധ്യപ്പെടുന്നത്. ഈ തിരിച്ചുള്ള അറ്റാക്കിന് അമേരിക്ക പിറകെ കൂടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ അവർ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോഴുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അവിടേക്ക് തൊടുത്തുവിടാനുള്ള റോക്കറ്റ് ടെക്നോളജി ഇന്ന് ഇസ്രായേലിൻ്റെ കൈവശമില്ല. ചെറിയ ചെറിയ ആയുധങ്ങളാണ് അവരടുത്തുള്ളത്. അതും എയർഫോഴ്സിൻ്റെ സാന്നിധ്യത്തിൽ, എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ഈ എയർഫോഴ്സ് ഒരു ട്രൂപ്പ് പാരാമിലിറ്ററിനെയും ഒരു സ്ക്വാഡ്രൺ എയർഫോഴ്സിനെ ഇറക്കുന്നതിൽ തമ്മിൽ 10 ഇരട്ടി ചെലവ് കൂടുതലാണ് ഒരു സ്ക്വാഡ്രൺ എയർഫോഴ്സിനെ ഇറക്കുന്നത് എന്ന് പറയുന്നത്. ഈ എയർഫോഴ്സിനെ ഇറക്കിയിട്ട് അവിടെ ആക്രമിച്ച് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് അവർ വെളിപ്പെടുത്തുന്നില്ല. അവിടുന്ന് അതിശക്തമായ അറ്റാക്ക്, അതായത് വിമാനവേധ തോക്കുകളൊക്കെ ഇറാൻ്റെ കൈവശം ഉണ്ടായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. വിമാനങ്ങൾ ഉപരോധം കാരണം അവർക്ക് യുദ്ധവിമാനങ്ങൾ പഴകിയതാണെങ്കിലും പക്ഷേ വരുന്ന വിമാനങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള സാങ്കേതികവിദ്യയും ടെക്നോളജിയെല്ലാം ഇറാൻ്റെ കൈവശമുണ്ട്. പക്ഷേ അത് ഇറാനും വെളിപ്പെടുത്തൂല, ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത് ഇറാനും വെളിപ്പെടുത്തൂല, ഇസ്രായേലും അത് വെളിപ്പെടുത്തില്ല. അതിനൊരു കാരണം പോയി അറ്റാക്ക് ചെയ്യുന്ന വിമാനങ്ങൾ F-35 ആണ്. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുള്ള ആക്രമണത്തിന് റഡാറിൽ കുടുങ്ങാത്ത സാങ്കേതികവിദ്യ ഉള്ളതിനാൽ ഇതൊന്നും അടിച്ചു വീഴ്ത്താൻ കഴിയില്ല എന്നുള്ള ലോകരാജ്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പുറത്തറിയുമെന്നുള്ളത് കാരണം ഇവർ ഇങ്ങനെ അടിച്ചിട്ടത് ഒരിക്കലും വെളിപ്പെടുത്തില്ല. ഇനി അഥവാ ഇറാൻ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ രക്ഷപ്പെടുന്ന
ഫൈറ്റർമാർ, അതായത് എയർഫോഴ്സ് പൈലറ്റുമാർ, അവരെ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. നമുക്കറിയാം അഭിനന്ദൻ വർദ്ധമാൻ്റെ ഒക്കെ കാര്യത്തിൽ അത് അവിടെയുള്ള നാട്ടുകാർ ഫേസ്ബുക്കിലിട്ടത് കാരണം ഇങ്ങനെ ഒരു പൈലറ്റ് അവിടെ ഉണ്ടെന്ന് ഇന്ത്യക്ക് അറിവ് കിട്ടി. അത് തിരിച്ചു കൊടുക്കേണ്ട ഗതികേട് പാകിസ്ഥാനും ഉണ്ടായി. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വീണ്ടും പോയിട്ട് ഇറാനെതിരെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കലും ഇവരിത് റിവീൽ ചെയ്യില്ല, ഒരിക്കലും അത് ആ രഹസ്യം അവർ പുറത്തു വിടില്ല. അടിച്ചിട്ടിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ വീഡിയോസ് ഇതെല്ലാം അവർ ബാൻ ചെയ്യും, അത് പുറത്തേക്ക് വിടില്ല. അപ്പോൾ ഇത് വീഴുന്നുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഈ അതിശക്തമായ രീതിയിൽ ഇസ്രായേലിനാണ് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പുറത്തറിയുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ അവരുടെ അവർക്ക് ഇത് ശരിക്കും തലവേദനയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഗാന്ധിവാസ്ത്രം പോലെ ഒരു തൊടുക്കുമ്പോൾ ഒന്നും ചെന്ന് പതിക്കുമ്പോൾ 100ആയി മാറുന്ന പുതിയ ടെക്നോളജിയല്ല ഈ സാങ്കേതികവിദ്യ. ഇന്ത്യൻ്റെ അടുത്തൊക്കെ ഉണ്ടത്. അതായത് ഒരൊറ്റ ലോഞ്ചിങ്ങിൽ 110 സാറ്റലൈറ്റുകൾ ഇന്ത്യ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട്. അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് ഇത്. ആ ടെക്നോളജി ഇന്ത്യൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഏകദേശം ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ടാവും ഇറാൻ എന്നത് ഒരു ചെറിയ ശക്തിയല്ല, ഇറാഖിനെ പോലെയോ ലിബിയനെ പോലെയോ ഒരു ചെറിയ ശക്തി എന്നല്ല കാര്യം ഇപ്പോൾ ഇസ്രായേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു വൻ ശക്തികളുടെ സഹായമില്ലാതെ ഇറാനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എയർഫോഴ്സുമായിട്ട് എത്രയും ദൂരമുള്ള ഒരു രാജ്യത്തെ മറ്റ് രാജ്യങ്ങളെ അതിർത്തികൾ ഭേദിച്ചു കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് താരതമ്യേന അസാധ്യമായ കാര്യമാണ്. എങ്കിലും അവർ ചെയ്യുന്നുണ്ട്. അതിനുള്ള തിരിച്ചടിയും ഫ്ലൈറ്റ് അവർ അടിച്ചിടുന്നുണ്ടുള്ളത് വസ്തുതയാണ്. അത് അവർ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. കാരണം അത് അവർക്ക് നാണക്കേടാണ്. മറ്റവർക്ക് അത് റിവീൽ ചെയ്താൽ ആ പൈലറ്റിനെയും റിലീസ് ചെയ്യേണ്ട ഗതികേട് ഉണ്ടാകും. അത് അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതിൻ്റെ കാരണം കൊണ്ട് അവരൊരിക്കലും അത് പുറത്തേക്ക് പറയില്ല. ഇറാനെ സംബന്ധിച്ച് അവരുടെ മിസൈലുകൾ ആക്യുറേറ്റ് മാക് 5 ഒക്കെ റീച്ച് ചെയ്യുന്ന ആക്യുറേറ്റ് പവറുള്ള റോക്കറ്റ് സാങ്കേതികവിദ്യ ഇറാനിൻ്റെ അടുത്തുണ്ട്. ഇനി അവരുടെ അടുത്ത് ന്യൂക്ലിയർ സെൻട്രിഫ്യൂജുകൾ 90% അവരുടെ ആണവ ഇന്ധനം സമ്പുഷ്ടീകരണം എത്തിക്കഴിഞ്ഞതിനാൽ ഇത് ഒരു വെപ്പണാക്കി മാറ്റാനുള്ള, അത് വാർഹെഡാക്കി മാറ്റാനും അധികം സമയമൊന്നും വേണ്ട. ഇത് ഇസ്രായേലിനെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് അവർ മുൻകൂട്ടി പോയി അറ്റാക്ക് ചെയ്ത് ഈ കെണിയിൽ വീണുപോയത് എന്നുള്ളതും. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ പ്രോമിസ് 3 എന്നുള്ള ഇറാൻ റിലീസ് ചെയ്തിരുന്ന ആ വീഡിയോയുടെ ഒരു തുടക്കമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് ഇറാന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ അവർ ബോധ്യപ്പെടുത്തിയിട്ടാണ്. ഇറാൻ്റെ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ ശക്തി ഇവർക്കറിയാം, അമേരിക്കക്കറിയാം. ഇസ്രായേലിന് അതൊരു കോൺഫിഡൻസ് കൂടുതലുള്ളതുകൊണ്ട് പോയി അറ്റാക്ക് ചെയ്തതാണ്. പക്ഷേ അമേരിക്കക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇവരുടെ റോക്കറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് 2 ആഴ്ച മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പാട്രിയറ്റും അതുപോലെ തന്നെ മറ്റേ അയൺ ഡോം മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഗോൾഡൻ ഡോം ഉണ്ട് എന്ന് പറഞ്ഞത്. അതായത് മാക് 5 വരെ ഞങ്ങൾക്ക് തടുക്കാൻ കഴിയുമെന്ന് അവർ റിലീസ് ചെയ്യുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അത് ഇറാനെ ഉള്ള ഒരു ഭീഷണിപ്പെടുത്തൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. ഈ വരുന്ന റോക്കറ്റുകളെ ഒരിക്കലും ഇസ്രായേലിന് തടയാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.